ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു റിനീസ് വേൾഡ്. അപ്പം നമ്മൾ വന്നിട്ടുള്ള ഒരു അടിപൊളി ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഒരു ടോപ്പിൻ്റെ സ്റ്റിച്ചിങ് കട്ടിങ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യട്ടോ. നമ്മൾ സ്റ്റിച്ചിങ് ബേസ് ചെയ്തിട്ടുള്ള എല്ലാ ബിഗിനേഴ്സിനും യൂസ്ഫുൾ ആയിട്ടുള്ള അടിപൊളി വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്നതും ടോപ്പ് കട്ട് ചെയ്യുന്നതും ഈസി ആയിട്ട് നമ്മൾ സ്ലീവ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും സ്റ്റിച്ചിങ് ബേസിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാണാത്തവരൊന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യട്ടോ. ഇത് നമ്മൾ രണ്ടായിട്ടാണ് ഫോൾഡ് ചെയ്യേണ്ടത്. ഇത് നമ്മൾ ഫ്രണ്ടിലും അതേപോലെ തന്നെ ബാക്കിലും നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഈ ഫ്രണ്ടിലാണ് നമുക്ക് പ്ലീറ്റ്സ് വരുന്നതിനെ കൊണ്ട് അത് കുറച്ചും കൂടി വീതിയിലാണ് നമുക്ക് കട്ട് ചെയ്യേണ്ടത്. അതുകൊണ്ട് അത് നമ്മൾ രണ്ടായിട്ട് വേണം ക്ലോത്ത് എടുക്കുമ്പോൾ ഫോൾഡ് ചെയ്ത് വരാൻ. മറ്റേത് നമ്മൾ ടോപ്പിൽ 4 ആയിട്ടാണല്ലോ ഫോൾഡ് ചെയ്തെടുക്കുക. ഇത് ഇതേപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം നമ്മൾ ബാക്ക് പാർട്ടാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ മാർക്ക് ചെയ്തെടുക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്യുന്നു, അതിനുശേഷം ആം ഹോൾ മാർക്ക് ചെയ്യുന്നു, പിന്നെ ചെസ്റ്റ് മാർക്ക് ചെയ്തിട്ട് ആ കർവ് നമ്മൾ വരച്ച് കൊടുത്തിട്ട് ആ ഷേപ്പിൻ്റെ അവിടെ നിന്നാണ് താഴത്തേക്ക് നമ്മൾ ആ ഒരു താഴത്തേക്ക് എൻഡിലേക്ക് നമ്മൾ ആ ഒരു ഷേപ്പ് കൊടുക്കുന്നത്. അത് സൈഡ് ഓപ്പൺ ഇല്ലാതെ ഒരു കുർത്തി സ്റ്റൈലിലാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ബാക്ക് പോർഷനിൽ അത്രയേ ഉള്ളൂ. ഷോൾഡർ ആം ഹോൾ ഷേപ്പ് വരെ മാർക്ക് ചെയ്തതിന് ശേഷം പിന്നെ താഴത്തേക്ക് നമ്മൾ ആ ഒരു രീതിയിൽ അങ്ങനെ താഴത്തേക്ക് നമ്മൾ കട്ട് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ഫ്രണ്ടിലാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള വരുന്നത്. ഇത് നമ്മൾ നെക്ക് ആദ്യം തന്നെ നെക്കിൻ്റെ വിടുത്ത് 3.5 ഇഞ്ച് മാർക്ക് ചെയ്തു. നെക്കിൻ്റെ ലെങ്ത്ത് നമ്മൾ 8ഓളം നമ്മൾ ലെങ്ത്ത് മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അത്രയും ലെങ്ത്ത് വേണ്ടാത്തൊരു കുറയ്ക്കുക. 8 ഇഞ്ചോളം ലെങ്ത്ത് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മളൊരു വി നെക്ക് നമ്മൾ കൊടുക്കുകയാണ്. ഇതിന് നമ്മൾ വി നെക്ക് കോളറാണ് കൊടുക്കുന്നത്. അപ്പോൾ വി നെക്ക് കോളർ ചെയ്യുമ്പോൾ നേരെ സ്ട്രെയിറ്റ് കറക്റ്റ് സ്ലോപ്പായിട്ടുള്ള വീനെക്കല്ല കൊടുക്കുന്നത്. ആ വീനെക്കിൻ്റെ അവിടെ നിന്ന് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. 1 ഇഞ്ച് നമ്മളൊരു എൽ ഷേപ്പ് പോലെ 1 ഇഞ്ച് നമ്മൾ എൽ ഷേപ്പ് പോലെ വരച്ചിട്ടാണ് നമ്മൾ ആ വി ഷേപ്പ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്യുന്നു, ആം ഹോൾ മാർക്ക് ചെയ്യുന്നു, ആം കർവ് വരയ്ക്കുന്നു. പിന്നെ ഷേപ്പിൻ്റെ അവിടെ നിന്ന് ഇതേപോലെ നമ്മൾ ആ ഷേപ്പ് കുത്തിട്ടിട്ട് അവിടെ നിന്ന് ഇതേപോലെ ഇങ്ങനെ സ്ലോപ്പായിട്ട് നമ്മൾ വരച്ച് കൊടുക്കാം കേട്ടോ. ഇതാണ് ആ ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത്. ഇത് നമ്മൾ പിന്നെ ഇതിൽ ആ പ്ലീറ്റ്സ് വരുന്നതാണ് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ നമ്മൾ 3.5 ഇഞ്ച് നമ്മൾ വിടുത്ത് കൊടുത്തിട്ടില്ല, നെക്കിൻ്റെ വിടുത്ത് കൊടുത്തില്ല, അതേ വീതിക്ക് തന്നെ 3.5 ഇഞ്ച് നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവിടെയാണ് നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് കട്ട് ചെയ്താൽ കുറച്ചും കൂടി മനസ്സിലാവും. നമ്മളെങ്ങനെയാണ് കട്ട് ചെയ്യുന്നതും കൂടി ശ്രദ്ധിക്കട്ടോ. പിന്നെ ഇത് നമ്മൾ കറക്റ്റ് നോക്കേണ്ടതെന്ന് വെച്ചാൽ പിന്നെ നമ്മൾ സ്ലോപ്പ് വരച്ചു കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ടോപ്പിൽ ചെയ്യുന്ന സെയിം കാര്യങ്ങളാണ് ബാക്കിയുള്ളത്. ഇതിൽ വരുന്നത് ആ ഒരു നെക്ക് പോർഷന് പിന്നെ രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കേണ്ടതെന്നുള്ള. ഈ വി നെക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്താൽ മനസ്സിലാവും. അവിടെ നമുക്ക് ഇതേപോലെ കുറച്ച് വീതിയിലുണ്ടാവും. 3.5 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ എടുത്തിട്ടില്ലേ. 3.5 ഇഞ്ചിന് ശേഷമാണ് നമ്മൾ ഈ ഷേപ്പ് ആയിക്കോട്ടെ ചെസ്റ്റൊക്കെ ആയിക്കോട്ടെ അത് മാർക്ക് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഇതേപോലെ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ആ 1 ഇഞ്ചിലേക്ക് നമ്മൾ ആ വി നെക്കിൻ്റെ 1 ഇഞ്ചിലേക്ക് നമ്മൾ പ്ലീറ്റ്സ് ഇങ്ങനെ പിടിച്ച് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാണ്ട് ചെയ്യുന്നത്. എന്നിട്ടാണ് നമ്മൾ വി കോളർ നെക്കിൽ നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പം ഇങ്ങനെയാണ് നമുക്ക് ഉണ്ടാവുക. ബാക്ക് പോർഷനിൽ നമ്മൾ നെക്ക് കട്ട് ചെയ്യുന്നില്ല കേട്ടോ. ബാക്ക് പോർഷനിൽ നെക്ക് കട്ട് ചെയ്യാതെ ഈ പ്ലീറ്റ്സ് ഇട്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ കറക്റ്റ് ആക്കിയിട്ട് ഷോൾഡർ തമ്മിൽ ജോയിൻ ചെയ്യുക. എന്നിട്ട് നമ്മൾ കോളർ കൊടുക്കുക, പിന്നെ സ്ലീവ് ജോയിൻ ചെയ്യുക, പിന്നെ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സ്റ്റിച്ച് ചെയ്ത് പോകട്ടോ. അപ്പോൾ പ്ലീറ്റ്സ് ഇട്ട് കറക്റ്റ് ആയാലേ മാത്രമേ നമുക്ക് ബാക്ക് പോർഷനിലേക്ക് ആ ഷോൾഡർ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ക്ലോത്തിൽ ചെയ്തിട്ടുള്ളതാണ്. ആദ്യം തന്നെ നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്തു, ആം ഹോൾ മാർക്ക് ചെയ്തു, കർവ് വരച്ചു, ഷേപ്പ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ടോപ്പിൻ്റെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു പോയ കാര്യങ്ങൾ. അതുകൊണ്ട് നമ്മൾ തന്നെ ആ ഒരു സ്റ്റൈൽ ഇത് ഇങ്ങനെ ഡിഫറെൻറ്റ് സ്റ്റൈൽ വരുന്ന ആ ഒരു പാറ്റേൺ മാത്രമാണ് നമ്മൾ മെയിനായിട്ട് പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഒരു വി നെക്കാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ബാക്ക് പോർഷനിൽ നമ്മൾ നെക്കേ കട്ട് ചെയ്യുന്നില്ല കേട്ടോ. ഫ്രണ്ടിൽ നമ്മളൊരു വി നെക്ക് കൊടുക്കുക, ഒരു എൽ ഷേപ്പ് 1 ഇഞ്ചിൽ നമ്മൾ എൽ പോലെ നമ്മൾ കൊടുക്കണം കേട്ടോ. കറക്റ്റായിട്ടുള്ള സ്ലോപ്പ് വി അല്ല, അതൊന്ന് ശ്രദ്ധിക്കുക. 3.5 ഇഞ്ചിൽ നമ്മൾ വീതിയിൽ കൊടുത്തിട്ട് അതിന് ശേഷമുള്ള ആ 3.5 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തില്ല, ഒരു സ്ട്രൈറ്റ് ആയിട്ട് വരച്ചില്ല. അതിന് ശേഷമാണ് നമ്മൾ ചെസ്റ്റിൻ്റെ അളവ്, ഷേപ്പിൻ്റെ അളവ്, ഹിപ്പിൻ്റെ അളവൊക്കെ നമ്മൾ മാർക്ക് ചെയ്തെടുക്കേണ്ടത്. അതൊന്ന് ശ്രദ്ധിക്കുക. കാരണം എന്താ വെച്ചാൽ നമുക്ക് ആ ഫ്രണ്ടിൽ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കണം. ആ ഒരു പോർഷൻ കഴിഞ്ഞിട്ടുള്ളതാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കാനുള്ളത്. ഇത്രയും കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ വി നെക്കായിട്ട് നമ്മൾ കട്ട് ചെയ്യുക. ഈ ഒരു ഭാഗം നമുക്ക് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാനാണ്. ആ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നത് ചെറുതായിട്ട് 1 ഇഞ്ചിന് കണക്കാക്കിയിട്ട് നമ്മൾ ഇതേപോലെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ആ ഒരു ഭാഗത്തേക്കാണ് നമ്മുടെ ചെസ്റ്റിൻ്റെ അളവ് കാര്യങ്ങളൊക്കെ നമ്മൾ വരയ്ക്കേണ്ടത്. ഒന്നും കൂടി പറഞ്ഞു തരാൻ കേട്ടോ. അതും ശ്രദ്ധിക്കുക. എത്രയാണ് ഈ ഒരു പാറ്റേണിൽ ഇതിൻ്റെ ഒരു പാറ്റേൺ വരുന്നത്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ പ്ലീറ്റ്സ് ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് ഇതിനെ കറക്റ്റായിട്ട് 1 ഇഞ്ചിലേക്ക് ആ ഒരു വി നെക്കിൻ്റെ ആ ഒരു ഇതിലേക്ക് 1 ഇഞ്ചിലേക്ക് കറക്റ്റായിട്ട് നമ്മൾ പ്ലീറ്റ്സ് പിടിച്ച് ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ സ്റ്റിച്ചിങ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഷോൾഡർ തമ്മിൽ ജോയിൻ ചെയ്യുക. ഷോൾഡർ തമ്മിൽ ജോയിൻ ചെയ്തിട്ട് നമ്മളൊരു വി നെക്കാണ്, കോളറെ പോലെ വി
നെക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ കോളർ മാത്രമായിട്ട് നമ്മൾ നെക്കിന് എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഷെയർ ആക്കാം, കാണാത്തവരൊന്ന് പോയി കാണട്ടോ. അപ്പോൾ ഈ ഒരു വി കോളർ സ്റ്റൈലിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ബാക്കിയൊക്കെ പിന്നെ നോർമൽ നമുക്ക് സ്ലീവ് ജോയിൻ ചെയ്യുക, പിന്നെ ഇത് സൈഡ് ഓപ്പൺ ഒന്നും ഇല്ലാത്തതിനെ കൊണ്ട് തന്നെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അപ്പം ഡിഫറെൻറ്റ് സ്റ്റൈൽ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ, ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. സിമ്പിളാണ്, യൂസ്ഫുൾ ആയിരിക്കും. അപ്പം എന്തായാലും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.